ഇന്തോനേഷ്യയിലെ ഇസ്ലാമിക തീവ്രവാദികൾ സ്ത്രീകളെയും യുവജനങ്ങളെയും ലക്ഷ്യമിടുന്നു എന്ന് വെളിപ്പെടുത്തി രാജ്യത്തെ തീവ്രവാദ വിരുദ്ധ വകുപ്പിന്റെ തലവൻ റൈക്കോ അമൽസ ധാനിയൽ. കൗമാരക്കാരെയും സ്ത്രീകളെയും ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്നും സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് തങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി 20 ജക്കാർത്തയിൽ നടന്ന BNPT-യുടെ നാഷണൽ വർക്കിംഗ് മീറ്റിംഗിൽ വെച്ചായിരുന്നു റൈക്കോ ഇപ്രകാരം പറഞ്ഞത്. ഇന്തോനേഷ്യയിൽ മതപരമായ അസഹിഷ്ണുത പുലർത്തുന്ന കൗമാരക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2016-23 കാലഘട്ടത്തിൽ സജീവ അസഹിഷ്ണുത പുലർത്തുന്ന കൗമാരക്കാരുടെ എണ്ണത്തിൽ 2.5% നിന്ന് 5% വർധനമുണ്ടായതായി സെറ്റാറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് പീസിന്റെ പഠനത്തെ ഉദ്ധരിച്ച് റൈക്കോ വ്യക്തമാക്കി. സൗജന്യ ബൈബിൾ വിതരണ യജ്ഞത്തിന്റെ ഭാഗമായി നൈജീരിയയിലെ ബൈബിൾ സൊസൈറ്റി കഴിഞ്ഞ വർഷം വിതരണം ചെയ്തത് 21.7 ദശലക്ഷം നൈജീരിയൻ നൈറയുടെ ബൈബിളുകൾ. ജയിൽ തടവുകാർ ഉൾപ്പെടെയുള്ളവർക്ക് ബൈബിളുകൾ എത്തിച്ചതായി അധികൃതർ പറയുന്നു. അന്ധരായവർക്ക് വേണ്ടി 150ഓളം ബ്രെയിലി ബൈബിളുകളും ബൈബിൾ സൊസൈറ്റി വിതരണം ചെയ്തിരുന്നു. 2022 വിതരണം ചെയ്ത ബൈബിളുകളേക്കാൾ 30% വർധനമാണ് 2023 ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കുകൾ. സൗജന്യ ബൈബിൾ വിതരണത്തിലൂടെയും മറ്റ് പരിപാടികളിലൂടെയും ദൈവവചനം അനേകർക്ക് ലഭ്യമാക്കാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും നൈജീരിയയിലെ ബൈബിൾ സൊസൈറ്റി വ്യക്തമാക്കി. ഇസ്രായേലിൽ ലെബനനിലെ ഷിയ ഹിസ്ബുള്ള വിഭാഗം നടത്തിയ ഷെല്ലാക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊല്ലം സ്വദേശിയായ നിബിൻ മാക്സ്വെല്ലാണ് കൊല്ലപ്പെട്ടത്. മലയാളികളായ ജോസഫ് ജോർജ്, പോൾ മെൽവിൻ എന്നിവരുൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിനം രാവിലെ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി പ്രദേശമായ മാർഗലിയോട്ടിലാണ് ആക്രമണമുണ്ടായത്. ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന വിഭാഗമാണ് ഷിയ ഹിസ്ബുള്ള. സിവ് ആശുപത്രിയിലാണ് നിബിന്റെ മൃതദേഹമുള്ളത്. മുഖത്തും ശരീരത്തിലും പരിക്കേറ്റ ജോസഫ് ജോർജിനെ പെറ്റാറ്റ്യുക്കയിലുള്ള ബെയിൽസൺ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ജോസഫ് ജോർജ് നിലവിൽ നിരീക്ഷണത്തിലാണ്. കുടുംബാംഗങ്ങളുമായി ജോസഫിന് സംസാരിക്കാൻ കഴിഞ്ഞതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗുരുതരമായ പരിക്കുകളില്ലാത്ത മെൽവിൻ സിവ് ആശുപത്രിയിലാണ്. ഇടുക്കി സ്വദേശിയാണ് മെൽവിൻ. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പെടുക്കുന്ന സാഹചര്യത്തിൽ വാരണാസിയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി 2000-ൽ പരം സ്ത്രീകൾ പങ്കെടുത്ത സമ്മേളനത്തിന് പിന്തുണയുമായി സന്യാസിനിമാരും വൈദികരും. അതോടൊപ്പം 13 ആവശ്യങ്ങൾ നിരത്തിയുള്ള ഒരു പത്രികയും സമ്മേളനത്തിൽ പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ജനവിധി തേടുന്ന പാർലമെന്റ് മണ്ഡലം കൂടിയാണ് വാരണാസി. രാജ്യത്ത് പെൺഭ്രൂണഹത്യ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെടണമെന്നും ചടങ്ങിൽ അഭ്യർത്ഥിച്ചു. 2022 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ 4% വർധനമുണ്ടായതായി വെളിപ്പെടുത്തുന്നുണ്ട്. ഭർത്താക്കന്മാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള ക്രൂരത, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം എന്നിങ്ങനെയുള്ള കേസുകളാണ് കൂടുതലും. ഈ വരുന്ന മാർച്ച് 8 ലോക വനിതാ ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് സ്ത്രീകളെ ഒത്തുചേർത്ത് ഇങ്ങനെയൊരു സമ്മേളനം സംഘടിപ്പിച്ചതെന്നും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ പത്രിക കൈമാറുമെന്നും വാരണാസി ആസ്ഥാനമായുള്ള ഇന്ത്യൻ മിഷണറി സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ഫാദർ ആനന്ദ് മാത്യു പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.